എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ആലപ്പുഴ രീതിയിലുള്ള ഒരു തീയലിൻ്റെ റെസിപ്പി നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തീയലാണ്. അപ്പോൾ ഇതെൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇതിൽ ഞാൻ കുറച്ച് കൊഞ്ച് കൂടി ചേർത്തിട്ടുണ്ട്. കൊഞ്ച് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറികൾ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അധികം താമസിയാതെ ഈ ടേസ്റ്റി ആയിട്ടുള്ള തീയൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ തീയൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളി, അപ്പോൾ നമ്മളെപ്പോഴും തീയലിനൊക്കെ ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഉള്ളിയും മുളകും ഒക്കെ ആദ്യം ഇങ്ങനെ വറുത്ത് കോരുന്നത്. നിങ്ങൾക്ക് അല്ലാതെ തേങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 6 വറ്റൽ മുളകും 1 ടീസ്പൂൺ മല്ലി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകമാണ്. നിങ്ങൾക്ക് തീയലിൽ പെരിഞ്ചീരകം അല്ലെങ്കിൽ ഉലുവ രണ്ടിലേതെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കൊഞ്ചായതുകൊണ്ടാണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തത്. ഉലുവയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക. നിങ്ങൾ ഫ്രഷ് കോക്കനട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എല്ലാം നിങ്ങൾ തേങ്ങയുടെ കൂടെ തന്നെ ഇട്ട് വറുത്താൽ മതി. അപ്പോൾ അത് വറുത്ത് വന്നോളും. അപ്പോൾ ഇത് ഡെസിക്കേറ്റഡ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് എന്ന് ഉദ്ദേശിച്ചത് 1/2 മുറി തേങ്ങയാണ്. ഇതിനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. ഒരുപാട് തീ കൂട്ടിയാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ നല്ല ബ്രൗൺ നിറം ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് പിന്നെ കറിവേപ്പില നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അതേസമയം തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ വഴറ്റിയിട്ടാണ് തീയൽ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി, 3 ചെറിയ ഉരുളക്കിഴങ്ങ്, 2 മുരിങ്ങയ്ക്കായ, 2 പച്ചമുളക്, അപ്പോൾ ഇത്രയും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് വഴറ്റിയെടുക്കാം, അല്ലെങ്കിൽ ഇത് വെള്ളത്തിൽ വേവിച്ചിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ വഴറ്റിയിട്ട് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി നല്ല ടേസ്റ്റ്. ഇതിവിടെ കിട്ടുന്ന ചെറിയ ഉള്ളിയാണ്. അപ്പോൾ അത് 5-6 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങൊരു ചെറിയ 3 ഇതിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തീയലിന് എപ്പോഴും ചെറിയ ഉള്ളി ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവാളയും ചേർക്കാവുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ വേവുന്ന സമയത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ചെറിയ ചൂടുള്ള തേങ്ങയാണ്. ഇത് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും. അപ്പം തീയൽ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുകയാണെങ്കിൽ ആ തീയലിന് അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. തന്നെയല്ല, തീയലിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കൊഞ്ചാണ്. അത് കുറച്ച് ഫ്രോസൺ കൊഞ്ചാണ് എടുത്തുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഒരു 1/4 വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കൊഞ്ച് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കൊഞ്ചിന് വേവാൻ കുറച്ച് സമയം മതി, 5 മിനിറ്റ് മതി കൊഞ്ച് വേവാനായിട്ട്. അപ്പോൾ ഇതിന് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. കൊഞ്ചൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നോൺ വെജ് വെച്ചിട്ടൊക്കെ തീയൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഉലുവാപ്പൊടിക്ക് പകരം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഉലുവാപ്പൊടി ചേർക്കുന്നതിനെക്കാട്ടിലും ഒന്നുകൂടെ ടേസ്റ്റ് പെരിഞ്ചീരകം ചേർക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ആ മിക്സി കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. കാരണം തീയൽ വെന്ത് കഴിഞ്ഞ് കുറച്ചുകൂടെ കുറുകും. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ടൊരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക.
ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു വലിയ പുളിയുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറിയ ക്യൂബ്സ് ആക്കി മുറിച്ചതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. തക്കാളി ചേർക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി തക്കാളി നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തക്കാളി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ തീയൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് ഇത് വറ്റിച്ചെടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് തീയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് മാത്രം മതി കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കാനായിട്ടും ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ആലപ്പുഴ സ്പെഷ്യൽ തീയലിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്